പതുക്കെ പതുക്കെ. ആ പടിയുണ്ട്, സൂക്ഷിച്ച്. ആ നോക്കമ്മായി. വാവയ്ക്ക് വേണ്ടേ കൈനീട്ടം? ആ പിന്നെയോ വേണം. വാവയ്ക്കുള്ളതും കൂടി അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഹലോ, പയ്യനെ ഒന്നിനും കൂടി മേടിക്കേണ്ടി വരും. കറവൊക്കെ പറ്റിയില്ലേ? കുട്ടികളൊക്കെ വന്ന നേരല്ലേ? ആ ചാരായൊക്കെ നിർത്തിയിട്ട് നിന്റെ കുടിക്കൊരു കുറവില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ട്. ആ നിന്റെ പെണ്ണിനെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരണം. ഗോപാല, സുഖല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. ആ ആദ്യത്തെ കണി ഞാനല്ലല്ലോ. ആയാലെന്താ, ഇത്തവണ ഏറ്റവും വലിയ വിഷുക്കണി കൊണ്ട് തന്നത് നീയല്ലേ. കൈനേട്ടം തരേണ്ടത് നിനക്കന്നെയാ. എന്നാ മേടിച്ചോ, മടിക്കണ്ട, മേടിച്ചോ. സീതയല്ലേ? കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ആ സൂക്ഷിച്ചിറങ്ങണേ. സീതേ, സുമി, വീട്ടിൽ ചെന്നപ്പോ നീ അമ്പലത്തിൽ പോയിന്ന് പറഞ്ഞു. ജോലി കിട്ടിയെന്നറിഞ്ഞു. പ്രൈവറ്റ് കമ്പനിയിലാ. എവിടെ ആയാലും എന്താ, നല്ല ശമ്പളം ഉണ്ട്. സർക്കാർ ജോലിയും കാത്തിരുന്നാ മൂത്ത് നിറയ്ക്കുള്ളൂ. എന്താ നിന്റെ കല്യാണക്കാരിയൊക്കെ? ഓ, കല്യാണം ചൊവ്വാദോഷല്ലേ, വരുന്നതൊന്നും ചേരുന്നില്ല. ഒക്കെ ശരിയാവുന്നേ. ശരിയായില്ലെങ്കിൽ ഞാനും നിന്റെ വഴി നോക്കും, അത്ര തന്നെ. എവിടെ അവന്റെ തന്തപ്പടി? എല്ലാം പറയാം. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ണി വരും. വരും, അതെനിക്കുറപ്പാ. എങ്കിലും ഇത്രയും നാള് തീ കൊണ്ടുള്ള കളിയാ, സൂക്ഷിക്കണ കുട്ടികളെ. ഉറങ്ങിക്കാണും മോളെ. ഒരുപാട് രാത്രിയായില്ലേ? അമ്മായി, വാവ ആരെ പോലെ ഇരിക്കും? ഉണ്ണിമാമനെ പോലിരിക്കും. എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ തന്റെ ദൈവത്തോട്. എന്തിനാ പറയുന്നേ? ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ കുറച്ചു ദൂരം സൈക്കിളില്? ഏയ്, ഞാനില്ല. ആരെങ്കിലും കാണും. ഇവിടെ അങ്ങ് ആരുമില്ല. നീ വാ, കേറ്. വാ നീ. അവിടെ ഇവിടെ. ആ പോ.
പിടിച്ചിരുന്നോ പതുക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു ആ, ബ്രേക്കിലൂടെ, ബ്രേക്കിലൂടെ. വരാൻ പറ്റിയോ മുറിഞ്ഞല്ലോ. വാ, ഞാൻ നടന്നു പോയിക്കോളാം. ഇനി വീടില്ല, ഞാനല്ലേ പറഞ്ഞു. വാ. സൂക്ഷിച്ച്. ആ. മതി, ഇനി ഞാൻ നടന്നു പോയിക്കോളാം. പോട്ടെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, അമ്മേ 56, ഡാ, 56, കണ്ണൊന്ന് തെറ്റിയാ മതി എണ്ണം തെറ്റിക്കാൻ. 59, 60, 61, 62, എന്താ മോള് നിന്റെ കയ്യില്? 64, വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ. വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട്. 69, 70, 71, 72, 73, 74, 75, 76, 77, 78. അമ്പലത്തിൽ നിന്ന് വരണ വഴിക്ക് മോളൊന്ന് വീണു. ഉം. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വീണതൊന്നുമല്ല, ഉണ്ണിയുടെ ഒപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേടത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. ചന്ദ്രമാമ വീട്ടിൽ വന്നിരുന്നു. അടുത്ത ആഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താൻ അച്ഛൻ വാക്കു കൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഉം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ, കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുതു മുടങ്ങണം. ഉം. അച്ഛനെയും അമ്മയും പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. 10 മണിയാകുമ്പോ ഉണ്ണിയേട്ടന് എത്തുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല.
ആ താടി അങ്ങോട്ട് കളഞ്ഞോളാ. മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ ആഹാ, മോള് വന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളേ. ആ വീട്ടിൽ കയറണല്ലേ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയൊന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നെന്റെ രാഘവൻ നായര്. ഞാനും ഒന്ന് പുറത്തേക്കാ. നാടും നാട്ടുകാരെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. അസുഖമൊന്നുമില്ലല്ലോ തിരുമേനി? സുഖല്ലേ? ആ എന്താ നേരെ മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇങ്ങനെ കണ്ടടം നിരങ്ങി അടക്കാതെ മക്കളുടെ കൂടെ നിന്നൂടെ? നിർത്തണ്ട മോനെ. ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ. ആ സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വല്ലതും കഴിച്ചോ? ഏയ് കള്ള് കുടിക്കരുത്. ഏയ് പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. 4 കൊല്ലം രാവേട്ട ഇല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. മതി. എന്താ അത് മതി. രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബെയിൽ അവന് നല്ല പിടിപാടാ. എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും. കുടുംബക്കാരാലോചിച്ച് നിക്കാഹ് നടത്തണമെന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ആ ഓരോന്ന് വരുമ്പളേ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? വിശപ്പില്ലമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണതൊന്നും അനക്ക് പിടിക്കാത്തോണ്ടാ. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പി തരാൻ ഒരുത്തീനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്ന് തിന്നാൻ വരും. അതെ, ആ മാറ്റർ കൊടുത്തില്ലേ? സെക്കൻഡ് പേജിൽ തന്നെ വരണം. 2 കോളം ആയിക്കോട്ടെ. ആ സ്റ്റിൽസ് ഒക്കെ വർഗീസ് കൊണ്ടുവരും. ആ എഡിറ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി. വന്നാട്ടെ, അങ്ങോട്ടിരിക്കാം. ചായ എടുക്കട്ടെ? ആ പാലും പഴവും കൈകളിലേന്തി. ആരാ?
എവിടുന്നാ വരണത്? ഞങ്ങൾ പത്രക്കാരാ, പട്ടണത്തിൽ നിന്ന് വരുവാ. ആരെ കാണാനാ? ചായ. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? സൂം ലെൻസ് ഉള്ളതാ, 40,000 വില. പോട്ടെ. ശരി. ആരാ സീത? ഞാനാ. എന്താ? ഞങ്ങൾ ജേർണലിസ്റ്റാ. സീത ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ കുറിച്ച്. സുമിത്രേ, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്, ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി, ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്. ഞങ്ങൾ മലയാള ഭൂമിന്നാ. ഉണ്ണി അറിയോ? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇതാ? നോ പ്ലീസ്. ഉണ്ണിയെ കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? എയ്ഡ്സ് ആയിരുന്നു എന്നാ പറയണത്. മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. സീതേ, എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എന്റെ ഉണ്ണിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരുന്നില്ല. തൽക്കാലം ഈ അസുഖത്തിന് വിവരം ആരും അറിയണ്ട.